ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ തിയറം എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് എ പ്ലസ് ബി ദി ഹോൾ റേസ് ടെന്നിൻ്റെയും എ മൈനസ് ബി ദി ഹോൾ റേസ് ടെന്നിൻ്റെയും എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ ടേം ഓഫ് ബൈനോമിയൽ തിയറം അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ. ഒരു എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എന്നിൻ്റെയും എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എന്നിൻ്റെയും ജനറൽ ടേം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം എ പ്ലസ് ബി ദി ഹോൾ റേസ് ടെൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. വാട്ട് ഈസ് എ പ്ലസ് ബി ദി ഹോൾ റേസ് ടെൻ? എ പ്ലസ് ബി ദി ഹോൾ റേസ് ടെൻ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? എ പ്ലസ് ബി ദി ഹോൾ റേസ് ടെൻ ഇസ് ഈക്വൽ ടു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? എൻ സി സീറോ അല്ലേ. എൻ സി സീറോയിൽ തുടങ്ങി എൻ സി എന്നില്ല ഫിനിഷ് ചെയ്യും. എൻ സി സീറോ എ റേസ് ടു എൻ എന്നാണ് ഫസ്റ്റ് ടേം. വാട്ട് അബൌട്ട് സെക്കൻഡ് ടേം? പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ബി, ശരിയല്ലേ? പ്ലസ് നെക്സ്റ്റ് ടൈം എന്തായിരുന്നു? എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ. കണ്ടോളൂ, അങ്ങനെ എഴുതി പോവും അല്ലേ. ലാസ്റ്റ് ടൈം എന്തായിരുന്നു? എൻ സി എൻ ബി റേസ് ടു എൻ എന്നായിരിക്കും. ഇതാണ് ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിതിൽ ജനറൽ ടേം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടേം ആണ് അല്ലേ. ഇത് ഫസ്റ്റ് ടേം, ദിസ് ഈസ് ഫസ്റ്റ് ടേം, ദിസ് ഈസ് സെക്കൻഡ് ടേം, ദിസ് ഈസ് തേർഡ് ടേം, ദിസ് ഈസ് ഫോർത്ത് ടേം, ദിസ് ഈസ് എൻ പ്ലസ് വൺത്ത് ടേം. ആകെ എത്ര ടേംസ് ഉണ്ടായിരിക്കും? എൻ പ്ലസ് വൺ ടേംസ് ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലായി. ഇതിൽ നോക്കൂ നിങ്ങൾ, നമ്മൾ തേർഡ് ടേം എഴുതിയപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് കുറവാണ് അല്ലേ. അതേ നമ്പർ എൻ എന്ന് മൈനസ് ചെയ്തു. ഇവിടെ ബിയുടെ പവറായിട്ട് അതേ നമ്പർ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് nth ടേമായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് ഈ ഒരു ടേമാണ്. നോക്കൂ നിങ്ങൾ, എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തേർഡ് ടേമിലാണ് ഇവിടെ 2 വന്നിരിക്കുന്നത്. ഞാൻ ആറിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ 2 ഈ ടേമുമായി കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ടി ആർ പ്ലസ് വൺ എന്ന് എഴുതാം. ടി ആർ പ്ലസ് വൺ, സാധാരണ ജനറൽ ടേമിന് കൊടുക്കുന്ന പേര് ടി ആർ പ്ലസ് വൺ എന്നാണ്. അത് കൊടുക്കാനുള്ള കാരണം നോക്കൂ നിങ്ങൾ, തേർഡ് ടേം വന്നപ്പോഴാണ് നമ്മൾ തേർഡ് ടേം അവിടെ എഴുതുന്നത് അല്ലേ. തേർഡ് ടേം എഴുതുമ്പോൾ അവിടെ 2 എന്ന് വന്നു, എ റേസ് എൻ മൈനസ് 2 വന്നു, ബി 2 വന്നു. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നത് 2 എന്ന് വന്നപ്പോൾ തേർഡ് ടേമാണ്. ഇപ്പോൾ ഇവിടെ ആർ എന്ന് വരുമ്പോൾ ആർ പ്ലസ് വൺത്ത് ടേമായിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പ്ലസ് വൺത്ത് ടേമിനാണ് സാധാരണ ബൈനോമിയൽ തിയറത്തിൽ, ബൈനോമിയൽ എക്സ്പാൻഷനിൽ ആർ പ്ലസ് വൺത്ത് ടേമിനാണ് നമ്മൾ ജനറൽ ടേം എന്ന് പറയാറുള്ളത്. കാരണം നമ്മളിവിടെ ആർ എന്ന് എഴുതി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഒന്ന് കുറച്ച് എഴുതേണ്ടി വരും. അത് നമുക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ 6 കറക്റ്റാക്കി വെച്ചു, എന്നിട്ട് ഇവിടെ ആർ പ്ലസ് വൺ എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, 3. ഇപ്പം തേർഡ് ടേം നമുക്ക് ലഭിക്കണമെന്ന് വിചാരിച്ചോളൂ. തേർഡ് ടേം കിട്ടണമെങ്കിൽ നമ്മൾ തേർഡ് ടേമാണ് നമുക്ക് ആവശ്യം. അതായത് നമുക്ക് ആവശ്യമുള്ളത് T3 ആണ്. T3ക്ക് പറയുന്ന പേരാണ് തേർഡ് ടേം അല്ലേ. തേർഡ് ടേം അതാണ് T3. T3 എന്ന് ഇവിടെ വരണമെങ്കിൽ ഞാൻ ആറിന് 2 എന്ന് കൊടുക്കും. പുട്ട് ആർ ഇസ് ഈക്വൽ ടു 2. ഇവിടെ 2 എന്ന് കൊടുത്താൽ സ്വാഭാവികമായിട്ടും T3 എന്ന് കിട്ടും. അപ്പോൾ ആറിനാണ് 2 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ എന്താ വായിക്കുക? NC2. കണ്ടോ, NC2 എ റേസ് ടു എൻ മൈനസ് 2 ബി റേസ് ടു 2, ശരിയല്ലേ? ആറിന് 2 എന്ന് കൊടുത്താൽ നമുക്ക് T3 കിട്ടും. അതുകൊണ്ടാണ് ജനറൽ ടേമിൽ നമ്മൾ ടി ആർ പ്ലസ് വൺ എന്ന് പേര് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, ജനറൽ ടേം ഓഫ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പ്ലസ് വൺത്ത് ടേമിന് പറയുന്ന പേരാണ് ജനറൽ ടേം. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. നമുക്ക് പിന്നീട് എഴുതാം, ഞാൻ എഴുതാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. അതേസമയം നമ്മൾ എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എൻ ആവുമ്പോൾ ഒരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇവിടെ ഫസ്റ്റ് പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒരു മൈനസ് 1 റേസ് ടു ആർ എന്നും കൂടെ കൂട്ടിച്ചേർക്കും. ഇനി എന്താണ് ജനറൽ ടേമിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. 2 പ്ലസ് എക്സ്, ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. 2 പ്ലസ് എക്സ് ദി ഹോൾ റേസ് ടു 6 എന്ന് പറയുന്ന എക്സ്പാൻഷനിൽ നമ്മളോട് ഫോർത്ത് ടേം കാണാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഫോർത്ത് ടേം കാണാൻ പറഞ്ഞു. ഫോർത്ത് ടേം ഇൻ ദിസ് എക്സ്പാൻഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഷൻ മുഴുവനായിട്ട് ചെയ്യാതെ ഫോർത്ത് ടേം മാത്രം എങ്ങനെ ചെയ്യും, അതിനാണ് നമ്മൾ ജനറൽ ടേം എന്നുള്ള ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടുക ആൻസർ ടി ആർ പ്ലസ് വൺ എന്ന് പറയുന്ന പേരാണ് ജനറൽ ടേം.
NCR ഇവിടെ 6 ആണ് എന്നിൻ്റെ പൊസിഷനിൽ കണ്ടോ 6CR ജനറൽ ടേം എഴുതുമ്പോൾ R ഉണ്ടായിരിക്കും ഓക്കെ R+1 ടേമിന് പറയുന്ന പേരാണ് ജനറൽ ടേം അപ്പോൾ NCR A raised to n minus A എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് ഫസ്റ്റ് ടേമിന് പറയുന്ന പേരാണ് A അല്ലേ 2 raised to n minus R എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ് അപ്പോൾ 6 minus R B raised to R B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെമ്പർ X അല്ലേ B raised to R അപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അല്ലേ ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ് അപ്പം NCR A raised to n minus R B raised to R n എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് ടേം 4 ആണ് ഫോർത്ത് ടേം ആണ് ചോദിച്ചത് ഫോർത്ത് ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആറിന് 3 എന്ന് കൊടുക്കണം അല്ലേ ആറിന് 3 എന്ന് കൊടുക്കുമ്പോഴല്ലേ 4 എന്ന് വരിക 3+1 അല്ലേ 4 അപ്പോൾ 6 കാണുന്നിട്ടെല്ലാം 3 കൊടുക്കും 6C3 2 raised to 6 minus 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ ആയിരിക്കും x raised to 3 ഇതാണ് ഫോർത്ത് ടേം അപ്പോൾ നോക്കൂ നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുമ്പോൾ 7 ടേംസ് ഉണ്ടാവും ആ 7 ടേംസ് എഴുതുമ്പോൾ അതിൽ ഫോർത്ത് ടേം മാത്രമാണ് എഴുതിയിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ 6C3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 ആണ് 20 × 8 അല്ലേ 160 എന്നൊക്കെ കിട്ടും 160 x³ ഇങ്ങനെയെല്ലാം നമുക്ക് ആൻസർ വേണമെങ്കിൽ ലഭിക്കും ഏത് ടേമും സ്വതന്ത്രമായിട്ട് നമുക്ക് ജനറൽ ടേം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ ജനറൽ ടേം ഓഫ് ബൈനോമിയൽ എക്സ്പാൻഷൻ ഓക്കെ എന്നിട്ട് ഈ സ്ക്രീനിൽ നിങ്ങൾ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് ജനറൽ ടേം ദി ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് a plus b the whole raised to n is tr+1 is equal to NCR A raised to n minus R B raised to R കണ്ടോ R+1th ടേമിന് പറയുന്ന പേരാണ് ജനറൽ ടേം ഓക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ R+1 സെലക്ട് ചെയ്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഈ +1 ഒഴിവാക്കിയിട്ട് R എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ R-1 ഇവിടെ n-R-1 ഇവിടെ B raised to R- പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ R കറക്റ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇവിടെ ഒന്ന് കൂട്ടിക്കൊടുത്തു അതാണ് ഇവിടെ സംഭവിച്ചത് ഇനി ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് A-B ദി ഹോൾ റേസ്ഡ് n പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക A-B ദി ഹോൾ റേസ്ഡ് n ആവുമ്പോൾ നമുക്കറിയാം ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് വരും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഇതേ സംഭവം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തു പക്ഷേ ബാക്കിൽ ഒരു -1 raised to R എന്ന് എഴുതണം -1 raised to R ആണ് ഇതിൻ്റെ ചിഹ്നം തീരുമാനിക്കുന്നത് സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ ഓക്കെ അപ്പോൾ ഇവിടെ R-ന് 2 എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് തേർഡ് ടേം ആണ് കാണുന്നത് വിചാരിച്ചോളൂ തേർഡ് ടേം ആകുമ്പോൾ ഇവിടെ 2 എന്ന് കൊടുക്കും അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും -1 raised to 2 എന്ന് വരും ഫോർത്ത് ടേം കാണുമ്പം ഇവിടെ ഫോർത്ത് ടേം കാണുമ്പോൾ ഇവിടെ 3 എന്നാ കൊടുക്കുക അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും അത് ഓട്ടോമാറ്റിക്കലി പ്ലസും മൈനസും അത് തീരുമാനിച്ചോളും ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ടും ഒന്ന് തന്നെയാണ് A-B ദി ഹോൾ റേസ്ഡ് n ആകുമ്പം ബാക്കിൽ ഒരു -1 raised to R എന്ന് എഴുതാൻ മറക്കരുത് ഇപ്പോൾ തന്നെ പഠിച്ചോളൂ എഴുതിയതിൻ്റെ ശേഷം എഴുതിയെടുക്കണം എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക ബോക്സിലാക്കി വെക്കുക കേട്ടോ R+1th ടേമിന് പറയുന്ന പേരാണ് ജനറൽ ടേം it is given by tr+1 is equal to NCR A raised to n minus R B raised to R ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ് ഈ ഒരു റിസൾട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യാൻ സാധിക്കും ബൈനോമിയൽ തിയറവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ ഈ ഒരു ജനറൽ ടേം വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സോ യു ട്രൈ ടു റിമെമ്പർ ദിസ് tr+1 is equal to NCR A raised to n minus R B raised to R ഓക്കെ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ സ്ക്രീൻ നോക്കി എഴുതിയെടുക്കുന്നു നമുക്ക് ഒരുമിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കാം ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് റൈറ്റ് ദി ജനറൽ ടേം ആൻഡ് ഫിഫ്ത്ത് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x+3 ദി ഹോൾ റേസ്ഡ് ടു 8 ഓക്കെ ഇപ്പോൾ x+3 ഇതാണ് A ഇതാണ് B ഫസ്റ്റ് കാണുന്നതിനാണ് A എന്ന് പറയുക രണ്ടാമത്തേനാണ് B എന്ന് പറയുക അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും tr+1 ആദ്യം ജനറൽ ടേം എഴുതാൻ പോകുന്നു യെസ് വാട്ട് ഈസ് tr+1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു യെസ് NCR A raised to n minus R B raised to R ഇതിന് പറയുന്ന പേരാണ് ജനറൽ ടേം ഓക്കെ നിങ്ങളത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതി പഠിക്കണം ഇവിടെ n എന്ന് പറഞ്ഞാൽ 8 ആണ് ഓക്കെ n is equal to 8 വളരെ കൃത്യമാണ് n is equal to 8 A എന്ന് പറഞ്ഞാൽ x B എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ നമുക്ക് ഫിൽ ചെയ്ത് നോക്കാം tr+1 is equal to 8CR എയുടെ പൊസിഷനിൽ ഫസ്റ്റ് മെമ്പർ x ആണ് അല്ലേ x raised to 8 minus R B എന്ന് പറഞ്ഞാൽ 3 ആണ് രണ്ടാമത്തെ ആക്കാണ് B എന്ന് പറയാം 3 raised to R ഇതിന് പറയുന്ന പേരാണ് tr+1 ഓക്കെ അപ്പോൾ ജനറൽ ടേം ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി ജനറൽ ടേമിൻ്റെ ആൻസർ കഴിഞ്ഞു ദിസ് ഈസ് കാൾഡ് ജനറൽ ടേം ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിഫ്ത്ത് ടേം ആണ് T5 ആണ് ചോദ്യം നോക്കൂ നിങ്ങൾ
T5 എന്ന് വരണമെങ്കിൽ ഇത് TR+1 അല്ലേ, T5 എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? R = 4 എന്ന് കൊടുക്കണം അല്ലേ. R = 4 എന്ന് കൊടുക്കുമ്പോഴാണ് T5 കിട്ടുക. പുട്ട് R = 4 നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. R = 4. ആറിന് 4 എന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും T5 എന്ന് വായിക്കും. 4+1 അല്ലേ. പുട്ട് R = 4 ഇൻ ദിസ് ജനറൽ ടേം. സോ 8C നോക്കൂ നിങ്ങൾ, 8C5 എന്ന് ഒരിക്കലും എഴുതരുത്. ആറിന് 4 എന്ന് കൊടുക്കുമ്പോഴാണ് ടേം 5 കിട്ടുക. അപ്പോൾ 8C4 x⁻8 - 4 3⁴ കണ്ടോ, ആ സ്മോൾ r കാണുന്ന സ്ഥലത്തെല്ലാം നമ്മൾ 4 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. 8C4 നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 70 എന്നാണ് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ആൻസർ. ഈ ആൻസറൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്പറായിട്ട് വരുന്നത് x⁴ 3⁴ എന്ന് പറഞ്ഞാൽ 81 ആണ് അല്ലേ. 81. ഈ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 5 6 7 0 എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ TR+1 എഴുതി. അതാണ് എനിക്ക് പറഞ്ഞ പേരാണ് ജനറൽ ടേം. 5th ടേം ആണ് ചോദ്യം. ഇപ്പോൾ 5th ടേം എന്ന് പറഞ്ഞാൽ T5 ആണ്. ടേം 5 അതാണ് 5th ടേം. T5 എന്ന് പറഞ്ഞാൽ 5th ടേം. 5th ടേം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കൂ, TR+1 ആണ് നമ്മൾ എഴുതി വെച്ചത് അല്ലേ. ഇവിടെ 4 എന്ന് കൊടുക്കണം. ഇവിടെ 4 എന്ന് കൊടുക്കുമ്പോഴാണ് T5 കിട്ടുക. 4+1 അല്ലേ 5. അതുകൊണ്ടാണ് ഇവിടെ ആറിന് നമ്മൾ 4 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആറിലുള്ളടത്തെല്ലാം നമ്മൾ 4 കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മനസ്സിലായാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ചെയ്യാൻ സാധിക്കും. ക്ലിയർ? എഴുതിയെടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20. റൈറ്റ് ദി തേർഡ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x² + y ⁴ 6. ഇനി ഞാൻ ഡയറക്റ്റ് TR+1 എഴുതുന്നു. വാട്ട് ഈസ് TR+1? യു സേ ദി ആൻസർ. TR+1 = നിങ്ങൾ പറയണം ആൻസർ. NCR അല്ലേ. n ഇവിടെ 6 ആണ്. ഇവിടെ n = 6 ആണ്. n = 6 അല്ലേ. NCR 6CR ഫസ്റ്റ് അല്ലേ. A⁻, A എന്ന് പറഞ്ഞാൽ ഇവിടെ x² ആണ്. A എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പോൾ A⁻n - r. വാട്ട് ഈസ് n? 6 - r. B⁻r. B എന്ന് പറഞ്ഞാൽ y ആണ്. B⁻r. കണ്ടോ, നിങ്ങൾ പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. NCR A⁻n - r B⁻r. n = 6 എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇതിൽ തേർഡ് ടേമല്ലേ ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? T3 എഴുതണം. T3 തേർഡ് ടേമിന് പറയുന്ന പേരാണ് T3. T3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആറിന് 2 എന്ന് കൊടുക്കണം അല്ലേ. പുട്ട് R = 2. പുട്ട് R = 2. ആറിന് 2 എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് T3 കിട്ടുക. അപ്പോൾ 6C ആറിന് 2 എന്ന് കൊടുക്കണം അല്ലേ. 6C2 x² 6 - 2 y². ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 6C2 നമുക്കറിയാം. 6C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ് അല്ലേ. 15 ആണ് നമുക്കറിയാം. ഇവിടെ x², ഇത് 4 അല്ലേ. x²4 എന്ന് വരും അല്ലേ. x²4 എന്ന് പറഞ്ഞാൽ x⁸ ആണ്. y² എന്ന ആൻസർ കിട്ടും. x⁸ y². അതെങ്ങനെ കിട്ടിയത്? ഇത് 4 അല്ലേ. 6 - 2 എന്ന് പറഞ്ഞാൽ 4. x²4 x⁸ y². ഇതാണ് തേർഡ് ടേം. കണ്ടോ നിങ്ങൾ, നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുമ്പോൾ എത്ര ടേംസ് ഉണ്ടായിരിക്കും? യെസ്, 7 ടേമുകൾ ഉണ്ടായിരിക്കും. ആ 7 ടേം എഴുതുന്നത് പോസിബിൾ അല്ല, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ആ 7 ടേമുകൾ എഴുതാതെ ഡയറക്റ്റായിട്ട് നമ്മൾ അതിൽ നിന്ന് തേർഡ് ടേം ഇങ്ങ് പെറുക്കിയെടുത്തു അല്ലേ. തേർഡ് ടേം മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, തേർഡ് ടേം ഓൺലി. അപ്പോൾ അത് ജനറൽ ടേം എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് ടേമും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജനറൽ ടേമിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് ടേം ചോദിച്ചാലും നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിങ്ങൾ പഠിക്കും. ജനറൽ ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ടേം അല്ലേ. ജനറൽ ടേം കിട്ടിയാൽ നമുക്ക് 10th ടേം കിട്ടും, 4th ടേം കിട്ടും, 5th ടേം കിട്ടും. അതുപോലെ ഏത് ടേമും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ജനറൽ ടേമാണ് ഉപയോഗിച്ച് വരുന്നത്. ഇവിടെ ജനറൽ ടേമിന് കൊടുക്കുന്ന പേര് TR+1 എന്നാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 22. ഇവിടെ 6th ടേം ആണ് ചോദ്യം അല്ലേ. 6th ടേം ചോദിച്ചാലും നമ്മൾ എന്ത് എഴുതണം? ജനറൽ ടേം എഴുതണം അല്ലേ. ജനറൽ ടേം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. TR+1 ഞാനിവിടെ എഴുതുന്നു. TR+1 = -1r എന്ന് ആദ്യം എഴുതാൻ മറന്നു പോകരുത്. A - B കണ്ട ഉടനെ -1r. ഇനി NCR, വാട്ട് ഈസ് n? 12. NCR ഫസ്റ്റ് x അല്ലേ കാണുന്നത്. x⁻12 - r. നെക്സ്റ്റ് y, 2y ആണ്. 2y എന്ന് എഴുതാൻ മറക്കരുത്, മൈനസ് കൊടുക്കരുത്. ഈ മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്ന മൈനസ്.
ഓക്കെ, 2y റേസ് ടു ആർ. ക്ലിയർ ആണല്ലോ? -1 റേസ് ടു ആർ NCR a റേസ് ടു n മൈനസ് ആർ b റേസ് ടു ആർ. ഈ b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2y ആണ്, നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2yക്ക് മൊത്തത്തിൽ ബ്രാക്കറ്റ് കൊടുക്കണം, അതിൻ്റെ പവർ r. ഇനി 6th ടേം ആണ് ചോദ്യം അല്ലേ? 6th ടേം എന്ന് പറഞ്ഞാൽ T6 ആണല്ലോ. T6 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് r = 5. പുട്ട് r = 5. r-ന് 5 കൊടുക്കുമ്പോഴല്ലേ 6 എന്ന് വരിക. അപ്പോൾ -1 റേസ് ടു, ഇവിടെ അറിയാതെ 6 എന്ന് എഴുതി പോകരുത്, 5 എന്നാണ് കൊടുക്കേണ്ടത്. 5 12c5 yes x റേസ് ടു 12 minus 5 again 2y റേസ് ടു 5. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. -1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ മൈനസ് എന്നാണ് അർത്ഥം അല്ലേ? ഓഡ് നമ്പർ വന്നാൽ മൈനസ് തന്നെ. പിന്നെ 12c5, ഞാൻ 12c5 അതേപോലെ അങ്ങ് എഴുതാണ്. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. പിന്നെ നമ്പർ ഇവിടെ 12c5 നമ്പറാണ്, 2 റേസ് ടു 5 നമ്പറാണ്. ഇത്ര 2 റേസ് ടു 5 യെസ് 32 ആണ്, 32. പിന്നീട് ബാക്കി വരുന്ന നമ്പേഴ്സ് വേരിയബിൾസ് x റേസ് ടു 7 വരും അല്ലേ? 12 - 5 y റേസ് ടു 5. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഈ 32 മൈനസ് എഴുതുന്നു, 32 ഇൻറ്റു 12c5ൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. 12c5 x റേസ് ടു 7 y റേസ് ടു 5. നിങ്ങൾ നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്തിട്ട് ഈ ആൻസർ ശരിയാണോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. -126,720 നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഫൈനൽ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൽ നിർബന്ധമാണ്, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. ഓക്കെ, പെട്ടെന്ന് ഇത് കാൽക്കുലേറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. -12c5 32 ഇൻറ്റു 32 ഇൻറ്റു x റേസ് ടു 7 y റേസ് ടു 5. ഓക്കെ, ഇതിൻ്റെ മെത്തേഡ് മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ 12c5 ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുന്നു, NCRൻ്റെ ബട്ടണിൽ കിട്ടും, അത് ഇൻറ്റു 32 ചെയ്യുന്നു, ഈ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23 ആണ്. റൈറ്റ് ദി ജനറൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ അല്ലേ? ജനറൽ ടേം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വാട്ട് ഈസ് TR+1 അല്ലേ? TR+1 is equal to NCR. വാട്ട് ഈസ് n ഹിയർ? yes n is equal to 12 ആണ്. അപ്പം NCR, പക്ഷെ അവിടെ മൈനസ് ഉണ്ട് അല്ലേ? മൈനസ് ഉള്ളതുകൊണ്ട് ആദ്യം -1 റേസ് ടു r എന്ന് എഴുതാൻ മറന്നു പോകരുത്. സാധാരണ കുട്ടികളെല്ലാവരും മറക്കുന്ന ഒരു സംഭവമാണ് ഈ -1 റേസ് ടു r, നിങ്ങളത് മറക്കരുത്. പിന്നെ NCR അല്ലേ? 12CR a റേസ് ടു, ഇവിടെ a എന്ന് പറഞ്ഞാൽ x² ആണ്, a റേസ് ടു n മൈനസ് r എന്ന് പറഞ്ഞാൽ 12 - r. പിന്നെ b എന്ന് പറഞ്ഞാൽ yx ആണ് കണ്ടോ? b എന്ന് പറഞ്ഞാൽ yx ആണ്. സെക്കൻഡ് രണ്ടിനും ബ്രാക്കറ്റ് കൊടുക്കുക. b റേസ് ടു r ഒന്ന് വായിച്ചു നോക്കൂ. -1 റേസ് ടു r NCR a റേസ് ടു n മൈനസ് r b റേസ് ടു r. അപ്പോൾ ഇത് ജനറൽ ടേം മാത്രം ചോദിച്ചുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതാണ് ഇത്. -1 റേസ് ടു r അതേപോലെ അങ്ങ് എഴുതി, പിന്നീട് 12CR എഴുതി. ഇനി എക്സുകൾ മാത്രം എഴുതാണ്. ഇവിടെ എക്സിൻ്റെ പവറിൽ നോക്കൂ നിങ്ങൾ. എക്സിൻ്റെ പവർ 2 റേസ് ടു 12 - r അല്ലേ? a റേസ് ടു m ദി ഹോൾ റേസ് ടു എന്ന് പറഞ്ഞാൽ a റേസ് ടു mn എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 24 എന്ന് എഴുതാം. 24 - 2r എന്ന് എഴുതാം അല്ലേ? 2 × 12 24, 2 × r 2r. പിന്നീട് ഇവിടെ വരുന്നത് y റേസ് ടു r-ഉം വരുന്നുണ്ട്, x റേസ് ടു r-ഉം വരുന്നുണ്ട്. y റേസ് ടു r, x റേസ് ടു r. വീണ്ടും നോക്കൂ, അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ -1 റേസ് ടു r എന്ന് എഴുതി, 12CR എന്ന് എഴുതി. ഇവിടെ എക്സിൻ്റെ പവർ 24 - 2r, എക്സിൻ്റെ പവറിൽ 24 - 2r ഉണ്ട്. പിന്നീട് എക്സിൻ്റെ പവറിൽ ഒരു ആറും ഉണ്ട് അല്ലേ? a റേസ് ടു m ഇൻറ്റു a റേസ് ടു എന്ന് പറഞ്ഞാൽ a റേസ് ടു m പ്ലസ് n അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 24 - 2r പ്ലസ് r എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ പവറിൽ എത്ര വരും? x റേസ് ടു 24 മൈനസ് r എന്ന് വരും. ഇതാ -2r പ്ലസ് r ചെയ്താൽ എത്ര വരിക? 24 - r അല്ലേ വരിക? -2r പ്ലസ് r. പിന്നെ y റേസ് ടു r. ഇതാണ് ഫൈനൽ ആൻസർ. ഇപ്പോൾ ജനറൽ ടേം എഴുതുമ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ എക്സ് വരികയാണെങ്കിൽ എക്സുകൾ അടുത്തടുത്ത് എഴുതി നമ്മൾ ക്ലബ് ചെയ്യും. 24 - 2r-ഉം x റേസ് ടു r-ഉം ഇങ്ങനെയാണ് അത് ചെയ്യാറുള്ളത്. 24 - 2r. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൂൾ ഇതാണ്. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a റേസ് ടു m പ്ലസ് n ആണ്. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഇസ് ഈക്വൽ ടു a റേസ് ടു m പ്ലസ് n.
ഇവിടെ എക്സിൻ്റെ പവറിൽ 24 മൈനസ് ആർ, ഇവിടെ എക്സിൻ്റെ പവറിൽ ആർ. അപ്പോൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. 24 മൈനസ് 2r പ്ലസ് ആർ. ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. അതാണ് 24 മൈനസ് ആർ ആയി മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് കേട്ടോ. 13th ടേം ആണ് ഇവിടെ ചോദ്യം. 13th ടേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആദ്യം ജനറൽ ടേം എഴുതുന്നു. എന്താ ജനറൽ ടേം പറയൂ? TR+1 ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ -1r മറക്കരുത്. NCR a raised to എന്ന് പറഞ്ഞാൽ 9x ആണ്. n minus r b raised to r. What is b? 1/3 root x raised to r. ഇതാണ് നമ്മുടെ TR+1. ഇനി നമുക്ക് ഇതിൽ 13th ടേമാണ് ചോദ്യം. 13th ടേം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുക്കണം? 12 എന്ന് കൊടുക്കണം അല്ലേ. T13 ആണ് ചോദ്യം. 13 കിട്ടണമെങ്കിൽ 12 എന്ന് കൊടുക്കണം. ഇപ്പോൾ r = 12 അല്ലേ. -1 raised to 12 എന്നാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക. 13 കിട്ടണമെങ്കിൽ r-ന് 12 എന്ന് കൊടുക്കണം. r-ന് 12 കൊടുക്കുമ്പോഴാണ് 13 ആവുന്നത്. 18C12 r-ന് 12 എന്ന് കൊടുത്തു. 9x raised to 18 മൈനസ് 12 അല്ലേ. 18 മൈനസ് 12 അപ്പോൾ 6 എന്ന് വരും. പിന്നെ 1/3 റൂട്ട് എക്സ് വീണ്ടും റേസ് ടു r-ന് എത്ര നമ്മൾ കൊടുക്കുന്നത്? 12 അല്ലേ കൊടുക്കുന്നത്? 12. r-ന് 12 എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ r = 12. ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, -1 raised to 12 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അതുകൊണ്ട് ഒന്നും എഴുതണ്ട. ഇവിടെ ഈ നമ്പർ മാത്രം എഴുതുന്നു. 18C12 അത് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. 9 raised to 6 x raised to 6 ശരിയല്ലേ. 9 raised to 6 എഴുതി. പിന്നെ x raised to 6 എഴുതി. താഴേക്ക് നോക്കുക എന്തൊക്കെയുണ്ട് ഇവിടെ. താഴെ 3 raised to 12 ഉണ്ട് അല്ലേ. 3 raised to 12 എഴുതി. റൂട്ട് എക്സ് raised to 12 ഉണ്ട്. ഈ റൂട്ട് എക്സ് raised to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇവിടെ മാറ്റി എഴുതാം. റൂട്ട് എക്സ് raised to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ raised to 6 എന്ന് എഴുതാം. 6 2 12 അല്ലേ. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എക്സ് raised to 6 എന്ന് എഴുതാം. അപ്പോൾ ആക്ച്വലി ഇതെന്തായിട്ട് മാറും? എക്സ് raised to 6 ആയിട്ട് മാറും. അപ്പോൾ ഈ എക്സ് raised to 6 എക്സ് raised to 6 ക്യാൻസൽ ആവും. ഓക്കെ, ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ആവും. മാത്രമല്ല ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ 9 raised to 6 3 raised to 12 കണ്ടില്ലേ. ഈ 3 raised to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കിങ്ങനെ എഴുതാം. 3 square raised to 6 എന്ന് എഴുതാം കേട്ടോ. 6 2 12. 3 square എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 9 raised to 6 എന്ന് എഴുതാം. അപ്പോൾ 3 raised to 12 പകരം നമുക്ക് 9 raised to 6 എന്ന് എഴുതാം. അപ്പോൾ രണ്ടും സെയിം തന്നെ. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആവും. മൊത്തം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 18C12 എന്നാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ എഴുതി വെക്കുക, ദിസ് ആൻസർ ഈസ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ x raised to 6ഉം x raised to 6ഉം അല്ലേ. ഈ x raised to 6ഉം റൂട്ട് എക്സ് raised to 12ഉം സെയിം ആണ്. ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ 3 raised to 12 എന്നും 9 raised to 6 രണ്ടും ഒരേ നമ്പറാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്തു. രണ്ടും ഒരേ നമ്പറാണ്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, ഈ നമ്പറും ക്യാൻസൽ ചെയ്തു, ഈ നമ്പറും ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് ആൻസർ ഈ നമ്പർ മാത്രം 18C12 എന്ന ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് മാത്രമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കേട്ടോ. സാധാരണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ഇതിൻ്റെ ആൻസർ എഴുതിയെടുക്കുക. ഫൈൻഡ് എ if 17th and 18th term in the expansion of 2 plus a the whole raised to 50 are equal. ഇതിൻ്റെ എക്സ്പാൻഷനിലെ 17ാമത്തെ പദവും 18ാമത്തെ പദവും തുല്യമായാൽ എയുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം TR+1 എഴുതാം അല്ലേ. വാട്ട് ഈസ് TR+1? TR+1 is equal to NCR a raised to n minus r. എന്താണ് അവിടെ 50 ആണ്. b raised to r. b എന്ന് പറഞ്ഞാൽ അവിടെ a ആണ്. b raised to r. അപ്പോൾ ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ വായിക്കണം.
എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. വായിക്കുമ്പം ബി റേസ് ടു ആർ എന്നാണ് വായിക്കുക, പക്ഷേ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ എ ആണ് അല്ലേ. നമുക്ക് 17th ടേം എഴുതണം. നിങ്ങൾ പറ വാട്ട് ഈസ് 17th ടേം? T17 എന്നാ പറയാം അല്ലേ 17th ടേമിന്. അപ്പം 17th ടേം കിട്ടാൻ നമ്മൾ ആറിന് 16 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. ആറിന് 16 എന്ന് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ കളർ ചേഞ്ച് ആക്കിയിട്ട് എഴുതാം കേട്ടോ. 17th ടേം ഇതാ 17th ടേം T17. 17 എന്ന് കൊടുക്കാൻ പാടില്ല, 16 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. 50C16 2 റേസ് ടു 50 മൈനസ് 16 അപ്പോൾ 34 എന്ന് വരും. ഇവിടെ എ റേസ് ടു 16. ഇതാണ് 17th ടേം. ക്ലിയർ? 18th ടേം എഴുതണം. 18th ടേം ഇതാ 18th ടേം അല്ലേ അടുത്തത്. അപ്പോൾ 17 എന്ന് കൊടുക്കണം. പുട്ട് R = 17 15C17 2 റേസ് ടു 50 മൈനസ് 17 എന്ന് പറഞ്ഞാൽ 33 എന്ന് വരും. 33 എ റേസ് ടു 17. ക്ലിയർ ആണല്ലോ? 18th ടേമും എഴുതി, പിന്നെ 17th ടേം. പക്ഷേ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 2 ടേമും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ 18ാമത്തെ പദവും 17ാമത്തെ പദവും തുല്യമാണ് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം ഇത് എഴുതുന്നു. 50C17 2 റേസ് ടു 33 എ റേസ് ടു 17. ഇതാണ് 17th ടേം അല്ലേ. 18th ടേം. 17th ടേം എന്ന് പറഞ്ഞാലോ 50C16 2 റേസ് ടു 34 എ റേസ് ടു 16. ഇപ്പോൾ 18th ടേം = 17th ടേം. ഞാൻ തിരിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ. 17ാമത്തെ പദവും 18ാമത്തെ പദവും തുല്യമാക്കി. എ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എ റേസ് ടു 16 ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതായത് എ റേസ് ടു 17 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ എ റേസ് ടു 16 ഇത് അങ്ങോട്ട് കൊണ്ടുവന്നു. ഈക്വൽ ടു ബാക്കി എല്ലാവരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയി 15C16 2 റേസ് ടു 34 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ 50C17 2 റേസ് ടു 33. അപ്പോൾ ഇത് അല്ലേ കറക്റ്റ് എയുടെ വാല്യൂ ആണ്. ഇത് കണ്ടോ, എ ഈക്വൽ ടു 17 16 അല്ലേ. അപ്പോൾ ഒരു എ കിട്ടി കറക്റ്റ്. എ റേസ് 17 എ റേസ് 16 കട്ടായാൽ ഒരു എ. ഇവിടെ നമ്മൾ 33 34 കണ്ടോ, 2 റേസ് 34 2 റേസ് 33 ക്യാൻസൽ ചെയ്താൽ ഒരു 2 ഉണ്ടായിരിക്കും. 2 ഇൻറ്റു ഇനി ഇത് എഴുതാണ് 50C16 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 16 ഫാക്ടോറിയൽ ഇൻറ്റു 50 മൈനസ് 16 ഫാക്ടോറിയൽ. NCRൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 34 ഫാക്ടോറിയൽ ഉണ്ടാവും. ഇനി താഴെ 50C17. അപ്പോൾ നമ്മൾ താഴെ എഴുതുന്നതിന് പകരം ഇവിടെ എഴുതുകയാണ് കേട്ടോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 50 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റെസിപ്രോക്കലാക്കിയിട്ട് എഴുതുന്നു 17 ഫാക്ടോറിയൽ ഇൻറ്റു 15 മൈനസ് 17 33 ഫാക്ടോറിയൽ ഉണ്ടാവും. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ മൊത്തം ക്യാൻസൽ ചെയ്താൽ ഈ 50 50 ഇവിടെ വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 50 50 ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ 2 ഇൻറ്റു ഈ 17ന് പകരം 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. 33 ഫാക്ടോറിയലിന് തൊടേണ്ട ആവശ്യമില്ല, ഡിവൈഡഡ് ബൈ 16ന് അതേപോലെ അങ്ങ് എഴുതി 16 ഫാക്ടോറിയൽ. 34 ഫാക്ടോറിയലിന് പകരം 34 ഇൻറ്റു 33 ഫാക്ടോറിയൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ 33 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യും, 16 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ള നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ 2 17 34 34 അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു 1 എന്നാണ് ആൻസർ കിട്ടുക. 1 എ ഈക്വൽ ടു 1. ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസറും ഓർത്ത് വെച്ചോളൂ. പബ്ലിക് എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 17th ടേം 18th ടേംസ് ഈക്വൽ ആണെങ്കിൽ ഈ എക്സ്പാൻഷനിൽ വാട്ട് ഈസ് എ. അപ്പോൾ നമ്മൾ 17th ടേം എഴുതി 18th ടേം എഴുതി രണ്ടും ഈക്വലാക്കി. അത് രണ്ടും ഈക്വലാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഡെഫിനിഷൻസ് ആണ്. NCRൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പണ്ട് പഠിച്ച NCR അല്ലെ. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്നുള്ള ഡെഫിനിഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ സാവധാനം എഴുതി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഈക്വൽ ടു 1 എന്നാണ് ഇതിൻ്റെ ആൻസർ. നന്നായി ശ്രദ്ധിക്കുക. എ ഈക്വൽ ടു 1. ക്ലിയർ? ഇനി ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. റൈറ്റ് ദി ഫോർത്ത് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 3 minus x cube by 6 the whole raised to 7. First question. And 27. Find the sixth term. Fourth termum sixth term ഏത് ടേമും ചോദിച്ചാൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകരുത്. ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്തിട്ടല്ല ഇത് ചെയ്യേണ്ടത്. TR+1 എന്നുള്ള ജനറൽ ടേമാണ് എഴുതേണ്ടത്. TR+1 എഴുതുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ
ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ TR+1 എഴുതുന്നു, എന്നിട്ട് പുട്ട് R = 3, R = 3 കൊടുക്കുമ്പോൾ T4 നമുക്ക് ലഭിക്കും. ഓക്കെ, ഫോർത്ത് ടേം. അതുപോലെ ഇവിടെ വരുമ്പോൾ നമ്മൾ TR+1 എഴുതുന്നു, പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് T6 ആണ്. T6 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് R = 5. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.